ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരത്തെ വിവഞ്ചിയുടെ അമ്മ ശൈലജ നമുക്കൊപ്പം ചേരുകയാണ്. വിവഞ്ചിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് ഇപ്പോഴും അവരുടെ ആവശ്യം. ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. വളരെ കടുത്ത പീഡനമാണ് വിവഞ്ചിക ഷാർജയിൽ അനുഭവിച്ചെന്ന് കൂടി പറയുന്നു. കുഞ്ഞിനെ കൂടി കൊലപ്പെടുത്തിയതിനു ശേഷം വിവഞ്ചിക ഷാർജയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യാ കുറിപ്പൊക്കെ ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. കേരളപുരത്തു നിന്ന് സുജി സുരേന്ദ്രനൊപ്പം അമ്മ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അമ്മയുടെ വേദന നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ഈ മകളെക്കുറിച്ചോ മകളുടെ കുഞ്ഞിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ മരണത്തിലൊരു ദുരൂഹതയുണ്ടെന്നാണല്ലോ അമ്മ പറയുന്നത്. അമ്മയുടെ സംശയം എന്താണ്? എൻ്റെ പൊന്നുമോനെ, എൻ്റെ കൊച്ചിനെ അവർ പീഡിപ്പിച്ച് അവൻ്റെ പെങ്ങളും അച്ഛനും അവനും കൂടെ ചേർന്ന മോനെ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. അവൻ എത്ര പണം കിട്ടിയാലും മുഴുക്കത്തില്ല മോനെ. എത്ര 5-6 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവന് എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല. അവൻ്റെ എൻ്റെ മോള് ചോദിച്ചു, ഈ പൈസ എല്ലാം നീ എന്ത് ചെയ്യുന്നെന്ന്. എന്നിട്ട് അത് പോരാഞ്ഞ് അവന് കമ്പനിയുടെ ഷെയർ വിറ്റ് കാശുണ്ടാക്കും, കമ്പനി അറിയാതെ. പ്രണവോ എങ്ങാണ്ടൊരുത്തനുമായിട്ട്. അന്നേരം അവൾ പറഞ്ഞു, ഇനി നീ ഈ കാശ് കിട്ടി തികയാതെ ഇങ്ങനെയും ചെയ്താൽ ഞാൻ കണിശമായിട്ടും കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന്. ഈ പൈസ എല്ലാം നീ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അന്നേ അവന് എൻ്റെ മോളോട് ശാസ്ത്രമുണ്ട്, എൻ്റെ ജോലി കളയാനാണോ നീ നോക്കുന്നതെന്ന്. നീ ഇനി ഈ ബിസിനസ് നിർത്തിയില്ലെങ്കിൽ ഞാൻ കമ്പനിക്ക് പറയുമെന്നവൾ പറഞ്ഞായിരുന്നു ഒരു പ്രാവശ്യം. അവന് എത്ര പണം കിട്ടിയാലും തികയുന്നില്ല. അവന് ലക്ഷങ്ങൾ ശമ്പളമുണ്ട്, പോരാത്ത എൻ്റെ കുഞ്ഞിൻ്റെ ശമ്പളമുണ്ട്. പിന്നെ എന്താണ് ഇവൻ? ഇതേത് മാർഗമാണ്? എല്ലാത്തിനും സപ്പോർട്ട് അവൻ്റെ പെങ്ങളും അച്ഛനും ആയിരുന്നു മോന്. ഒരു നിമിഷം എൻ്റെ മോളോട് ജീവിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു വീക്കെൻഡിൽ പോലും എൻ്റെ മോളോട് അവൻ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഒന്നി അവളെ കൊണ്ട് അല്ലെങ്കിൽ അവളെ മോനെ കൊണ്ട് വിളിപ്പിക്കുമായിരുന്നു. ഒരു നല്ല ഭക്ഷണം പോലും മേടിച്ചു കൊടുക്കാതെ അവൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി കൂട്ടുകാരുമായിട്ട് ഭക്ഷണം കഴിക്കും. എൻ്റെ മോളും കുഞ്ഞും കൂടെ കുത്തിയിരിക്കും. ഇതെല്ലാം അവിടെ നിന്ന മെയ്ഡ് എന്നോട് പറഞ്ഞ് ലാസ്റ്റ് നിമിഷത്തിലാ മോനെ ഇതെന്നോട് അറിയിക്കുന്നത്. അതാ വല്ലെങ്കിലും നേരത്തെ അവൻ അവിടെ പോവും. അവിടെ ചെന്ന് അവിടെ അവർ താവളം, എൻ്റെ മോളെ കൊണ്ടുപോകത്തില്ല. അവൻ്റെ പെങ്ങളെ വീട്ടിൽ താവളം ചെയ്യാൻ പറ്റുന്ന. അമ്മ, ഈ മകൾ മരിക്കുന്നതിന് എത്ര ദിവസങ്ങളല്ലേ മണിക്കൂറുകൾക്ക് മുമ്പാണ് അമ്മയോട് മകൾ സംസാരിച്ചത്? ഈ ഭർത്താവിൻ്റെ പീഡനത്തെക്കുറിച്ച് മകൾ കാര്യമായിട്ടൊന്ന് പരാതിപ്പെട്ടിരുന്നോ? ഒന്ന് എൻ്റെ പൊന്നുമോനെ, ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം നോക്കിയത് സംഭവിക്കത്തില്ലായിരുന്നു. അവൾ അമ്മ വേദനിക്കുമെന്ന് പറഞ്ഞു പോയി. അമ്മ വേദനിക്കല്ലെന്ന് പറഞ്ഞ് അമ്മ വേദനിക്കരുത്. എൻ്റെ അമ്മയെ ഒരു ദുഃഖം അറിയിക്കാതെ എൻ്റെ 2 മക്കളും നോക്കി അമ്മയ്ക്ക് ആജീവനാന്ത കാലം ദുഃഖം തന്ന് ഒരു ദുഃഖം പോലും എന്നെ അറിയിച്ചിട്ടില്ല. എല്ലാം എൻ്റെ മോള് ഉള്ളിൽ ഒതുക്കിയല്ലോ. ഞാനും നാട്ടുകാരാണൊക്കെ ഫേസ്ബുക്കിൽ കൂടെ അറിഞ്ഞ് എൻ്റെ മോളെ വേദന. ഒരു നിമിഷം ലാസ്റ്റ് എൻ്റെ മോളെ എനിക്ക് കാണണമെന്ന് തോന്നി. എങ്ങനെയോ തോന്നി. എൻ്റെ മോൾക്ക് എന്നെ കാണണം. 4 ദിവസത്തെ ലീവിന് മേഡിനോട് പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ തോന്നുന്നു, ഒന്ന് പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ മോള് ID നോക്കുമ്പോൾ IDയും സ്വർണവും എല്ലാം അവൻ വാരിക്കൊണ്ട്, അവൻ സ്വർണമോ പണമോ കൊണ്ടുപോട്ടെ. എൻ്റെ മോൾ ID കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മോള് 4 ദിവസത്തേക്ക് എന്നെ കാണാൻ വന്ന് എൻ്റെ മോളെ മനസ്സ് മാറിയാനല്ലോ സാറേ. അപ്പം അവൻ മനഃപൂർവ്വം അല്ലയോ ചെയ്തത്? അവൻ്റെ ഈ കള്ളത്തരങ്ങൾ ഇവിടെ പൊളിയൊന്ന് വിചാരിച്ചിട്ടല്ലയോ സാറേ ചെയ്തത്? അല്ലെങ്കിൽ അവൻ ചെയ്യുമോ? ചെയ്യത്തില്ല. അവൻ എൻ്റെ മോളെ കൊണ്ടുവരാതെ പെങ്ങളും കൊച്ചുമായിട്ടാണ് സാറേ നാട്ടിൽ വരുന്നത്. ആ അച്ഛന് ചോദിച്ചൂടെ നിൻ്റെ ഭാര്യയും കുഞ്ഞും എന്തിയടാന്ന്? ആ അച്ഛനും അതിനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ പെങ്ങളും അവനും കൊച്ചും കൂടെ വരും. 3 പ്രാവശ്യം എൻ്റെ മോളില്ലാതെ വന്ന് അവൾ എൻ്റെ കൊച്ചിനെ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അവളെ കൊച്ചും അവളും ഈ മാങ്ങളെയാട്ടേ വരത്തുള്ളൂ. എന്താ സാറേ അതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കറിയത്തില്ല.